ഹലോ അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അൽക്കൂറിൽ പോയിട്ട്, അൽക്കൂറിൽ വെറുതെ പോയതല്ല, ഒരാവശ്യം ഉണ്ടായിരുന്നു, അതിന് പോയതാണ്. ഞാനും ഷീജിയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ അൽക്കൂറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ഞങ്ങളൊരു ഉച്ചക്കാണ് പോകുന്നത്. ഒരു 1:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അൽക്കൂറിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആയി ഞാൻ പോയിട്ട്. ഞാൻ നാട്ടിൽ നിന്നെല്ലാം വന്ന് ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അൽക്കൂറിൽ പോയതാണ് കേട്ടോ. പിന്നെ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങളൊരാവശ്യം ഉണ്ടായതുകൊണ്ട് ഇത് അൽക്കൂറിൽ പോയി, ഒരാളെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ പോയിതാ ഞങ്ങൾ അൽക്കൂറിൽ പോവുകയാണ്. അങ്ങനെ അൽക്കൂറിൽ പോയി തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ മാർക്കറ്റിലെല്ലാം കയറി കേട്ടോ. അൽക്കൂർ മറ്റേ കോർണിഷ് അവിടെ മീൻ മാർക്കറ്റിൽ ഒന്ന് കയറി നോക്കി. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ എന്താ വീഡിയോ ഇടാത്തതെന്ന്. വീഡിയോ ഇടാൻ ഉള്ള സമയമില്ല, കുക്കിങ്ങും കാര്യങ്ങളെല്ലാം എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് വരുമ്പോൾ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടതാ, എനിക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇരുന്നതാണ് കേട്ടോ. മുന്നിൽ ഇരുന്നത് നല്ലപോലെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഷീജ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പഴംപൊരിയും ചായയും കുടിച്ച്. നല്ല ചായയായിരുന്നു, നല്ല പഴംപൊരിയായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറൊന്നും തിന്നിട്ടില്ല കേട്ടോ. ഞാൻ രാവിലെ ഒരു കുറച്ച് ബിസ്ക്കറ്റും ചായയും കുടിച്ചതാണ്. പിന്നെ ചോറും തിന്നിട്ടില്ല. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നലെ ഫുള്ള് ചായയിൽ ഇതായിട്ടോ. രാത്രിയാണ് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൂന്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് വരട്ടിയിട്ടുണ്ടായിരുന്നു. നൈസ് പത്തിരി ഉണ്ടാക്കി, അതും കഴിച്ചു കേട്ടോ. അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ പോയി. അൽക്കൂർ കോർണിഷ് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ. അപ്പം പിന്നെ വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു ഇതല്ലേ. അങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ. അപ്പം ഞങ്ങൾ വണ്ടി അങ്ങ് നിർത്തിയിട്ടിട്ട് ഞാനും ഷീജി നടന്നു വന്നതാട്ടോ. ഇവിടുന്ന് കേട്ടോ ഞങ്ങൾ അൽക്കൂറിൽ നിന്ന് മീനെല്ലാം വാങ്ങിയ വില ഉണ്ട് കേട്ടോ. അപ്പോൾ വില ഉണ്ട്, അതല്ല രസം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ അവിടെ ഉണ്ടായിരുന്നു, ഒരു ഇക്ക ഉണ്ടായിരുന്നു. ആ ഇക്ക ഷായി അല്ലേന്ന് വെച്ചിട്ട് വന്നു. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കാണാനെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഷായിയാണ്, ലൈവിലെല്ലാം ഞാൻ കയറാറുണ്ട് പറഞ്ഞ്. ഇക്ക എനിക്ക് കുറച്ച് മീൻ തന്നു കേട്ടോ. അതാണ് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം. അപ്പം നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മറ്റേ സെക്യൂരിറ്റി പറഞ്ഞ് അങ്ങോട്ട് അലോട്ടില്ല, ഇങ്ങോട്ടേ അലോട്ടുള്ളൂ, ഇതുപോലെ പ്രൈവറ്റാണ്, അയാളെ അർബാവ് കണ്ടാൽ വഴക്ക് പറയും, വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കരുത് എന്നെല്ലാം പറഞ്ഞേട്ടാ. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലും നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നോക്കിയില്ല, വീഡിയോ എടുത്ത് അടിപൊളിയായിട്ട് ഞങ്ങൾ അവിടെ എല്ലാം പോയിട്ട് വീഡിയോ എടുത്ത്. ഷീജ അതാ നടന്നു പോകുന്നു കേട്ടോ.
ഇത് ഫുള്ള് പിന്നെ മറ്റേ ഇതാണ് കേട്ടോ, ബോട്ടാണ്, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ്. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ നടന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അയാൾ ഒരു സംസാരിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ചൂടാണ് പറഞ്ഞിട്ട് കാര്യമില്ല, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ചൂടൊന്നും ഏറ്റിട്ടില്ല. ചെറുങ്ങനെ ഒരു കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഓള് നാട്ടിലിങ്ങനെ അനിയനെ വിളിച്ച് സംസാരിച്ചും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അൽക്കൂർ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ അൽക്കൂറിൽ അന്നല്ലേ ഞാൻ കുറേ കൊല്ലം വന്ന ലുലുവിൻ്റെ ആ ബാക്ക് സൈഡിൽ ഒരു ജോലിക്കായിട്ട് വന്നതാണ് കേട്ടോ. ആ ഒരു പേര് തന്നെ വന്നിട്ടുള്ളൂ, പിന്നെ വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. ഓളിങ്ങനെ ഫോൺ ചെയ്തിട്ട് തന്നെ ഇങ്ങനെ സംസാരിച്ചും കൊണ്ട് പോവുകയാണ്. ഞാനിതാ വീഡിയോ എടുത്തിട്ടോളം വീത്താലിങ്ങനെ നടക്കുന്നുണ്ട്. ഫുള്ള് ബോട്ടുണ്ട് കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പോയതാണ്. ഞങ്ങൾ ഉള്ളിൽ കയറി വീഡിയോ എല്ലാം എടുത്തു കേട്ടോ. അവർ പറഞ്ഞു പിന്നെ ഒരു സൈഡിലോട്ട് പോകണ്ട, ഇപ്പറെല്ലാം പോയിക്കോ, വീഡിയോ എടുക്കരുത് എന്നെല്ലാം പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഒരു സൈഡിലോട്ട് പോകണ്ട, ഇവിടെ നിന്ന് എടുത്തോന്നെല്ലാം പറഞ്ഞ്. പിന്നെ ഞങ്ങൾ അവിടെ പോയി അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം വീഡിയോ എടുത്ത്. പക്ഷേ ഷീജങ്ങനെ എല്ലാവരോടും ചോദിക്കും കയറാൻ പറ്റുമോ ഇല്ലേ, അതോ അതിന് ചോദിച്ചിട്ടാണ് കേട്ടോ കയറിയിട്ടുള്ളത്. നല്ല ചൂടാണ്, നടക്കുമ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വെള്ളിയാഴ്ച അങ്ങനെയും പോയിട്ടോ, അൽക്കൂറായിട്ട് പോയി. അപ്പം ഞങ്ങളിതാ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇജ് ചോദിച്ചിട്ട് കയറിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഒരു വണ്ടിക്കാരനോട് ചെക്കൂട്ട ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിക്കാർ പറഞ്ഞ് കയറുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അയാളോട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അങ്ങോട്ട് ആ ഒരു ഇടത്തോട്ട് പോകണ്ട, വലത്തോട്ടെല്ലാം പോയിക്കോ, കൂടുതൽ വീഡിയോ ഒന്നും എടുക്കണ്ട, ഫോട്ടോ ഒന്നും എടുക്കണ്ട എന്നെല്ലാം പറഞ്ഞു തന്ന് നമ്മളവിടെ ഇതാക്കി കേട്ടോ. അപ്പോൾ ഇതിന് അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവർ പ്രൈവറ്റായിട്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിതാ അപ്പോൾ ഇതിന് നമ്മൾ ടാക്സി ഡ്രൈവർ തിലകച്ചേട്ടനെയും വിളിച്ചിട്ടോ വായു എന്ന് പറഞ്ഞിട്ട്. ഇയാളെന്താ പറയണതെന്ന് ഞമ്മക്ക് മനസ്സിലാവില്ല, നമ്മളെന്താ പറയണതെന്ന് അയാൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതാ ഒരുത്തം വന്ന് ഒരു ബോട്ട് ഇതങ്ങനെ അടുപ്പിച്ചും കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ അൽക്കൂറിൽ എൻ്റെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല സ്ഥലമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അൽക്കൂറിലെല്ലാം ഉണ്ടെന്ന് ഇപ്പോൾ തെളിവാണ്. നമ്മളവിടെ മീൻ വാങ്ങാൻ പോയപ്പോഴാണ് നമ്മൾ അയക്കാൻ പരിചയപ്പെട്ടത്.
നൗഷാദാ പേര്. നൗഷാദിൻ്റെ നൗഷാദ് എന്നാണോ നൗഷാദ് എന്നാണ് തോന്നുന്നു പേര്. അപ്പോൾ ഇതിപ്പോൾ ഒരാൾ തന്നെ അവന് വന്നു. അവൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഇത് നിർത്തിയിട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോ എല്ലാം എടുത്ത് അവിടുന്ന് വീഡിയോ എല്ലാം എടുത്ത് ഞങ്ങൾ അവിടുന്ന് വിട്ടിട്ടോ. പിന്നെ അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് അപ്പുറമുണ്ട്, അവിടെ പോയിട്ട് ഫോട്ടോ എല്ലാം എടുത്തോളി, മീനെല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. എന്താ ഇത്രയും ചൂടത്ത് ഇവർ ഇത് കണ്ട ബോട്ടിങ് ചെയ്യുന്നത് നല്ല രസമാണ് കാണാൻ. ഫുള്ള് ബോട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളിതാ ഇവിടെ പോയി മീൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ അങ്ങനെ വീഡിയോ എല്ലാം എടുത്ത് കോർണിഷിൽ പോയി. ഫുള്ള് മീനുണ്ട് കേട്ടോ, നല്ല നല്ല മീനുണ്ട്. പക്ഷെ വില ഉണ്ട് കേട്ടോ. ഷീജ പിന്നെ ടിക്ടോക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഓള് നല്ല ഇവിടുന്ന് കുറച്ച് പാട്ടെല്ലാം സെറ്റാക്കി ഓള് വീഡിയോ എടുത്തും കൊണ്ട് നിൽക്കും കേട്ടോ. ഓള് ടിക്ടോക്കിലുണ്ടായതുകൊണ്ട് പോക്കാണ് മീൻ വാങ്ങണമെന്ന് നിർബന്ധം. എനിക്ക് മീനുണ്ടായിരുന്നു, എന്നാലും ഞാൻ നല്ല അടിപൊളി നണ്ട് വാങ്ങിയിട്ടാ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയെല്ലാം ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതേപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കുക. പൽക്കൂറിലുള്ള ആരെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ പറയൂ. വായിക്കണം കേട്ടോ, എന്നെ ഷായി അല്ലേ എന്ന് ചോദിച്ച് വന്നത്. അപ്പോൾ ഇവരെല്ലാം നമ്മളെ വീഡിയോ കാണുന്നുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. നല്ല വീഡിയോ ആണ് എന്നല്ല എന്നോട് പറഞ്ഞു. കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. ഇക്ക ഞങ്ങളെ വണ്ടിയിൽ വന്നു. ഇക്കാൻ്റെ റൂമിൻ്റെ അവിടെ വരെ പോയി മീനെടുത്ത് തന്നു കേട്ടോ. വീട്ടിൽ മീനുണ്ട്, ഷായി കൊണ്ടുപോയിക്കോ, കുറച്ച് മീനേ ഉള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച ഓൽക്ക് വർക്കില്ല. അപ്പോൾ അങ്ങനെ ഷീജ ടിക്ടോക്ക് ചെയ്ത് ഞാൻ പോയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ചൂടുകൊണ്ട് ഞാൻ പറഞ്ഞു പോയിട്ട് എടുത്തിട്ട് പോര് പറഞ്ഞ് ഓളിവിടെ പോയി ടിക്ടോക്കെല്ലാം ചെയ്ത് പാട്ടെല്ലാം സെറ്റിലാക്കി ഓൾ സൂപ്പറാക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വന്നു. പിന്നെ കുറച്ച് നേരം പുറത്തെല്ലാം നിന്ന് ഫോട്ടോകളെല്ലാം എടുത്ത് ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. മുടിയെല്ലാം വേർത്തിരിക്കുകയാണ് ചൂടുകൊണ്ട്. ഞങ്ങൾ വരാൻ നേരത്ത് പിന്നെ ഫാമിലി എല്ലാം മീൻ വാങ്ങാൻ വരി തുടങ്ങി കേട്ടോ. എല്ലാവരും ഞാനും ഷീച്ച എല്ലാം നല്ല വേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നമ്മളെ മീൻ വാങ്ങുന്ന വീഡിയോയിൽ ഇടും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പം കണ്ട ചൂടുകൊണ്ടാണ് ഇതെല്ലാം ഉണങ്ങിപ്പോയിട്ടുള്ളത് കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഫിഷ് മാർക്കറ്റ് ഉള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോ എല്ലാം ഇവിടുന്ന് എടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ എന്നെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് വീഡിയോ ആണ് അവളെടുത്തത് കേട്ടോ. ഒരു ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.